ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇത് വരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കാം. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ദ ലവേഴ്സ്, 6 of Pentacles, 3 of Pentacles, 3 of Cups. Tarot, yeah. The Badger and Ginkgo. The Crow and Dogwood. ബോട്ടം വന്നിട്ടുള്ളത് ദ കൈമൻ ആൻഡ് പോപ്പിയാണ്. അതില് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പൊ ഇത് ഇന്ന് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ടാലന്റ്, അതായത് ഒരു വിത്ത് നിങ്ങളുടെ കയ്യിലുണ്ട്, നിലവും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഒരുക്കി എടുക്കാൻ പറ്റുമോ? ആ നിലം ഒരുക്കി ആ വിത്ത് നട്ട് അതിന്ന് നിങ്ങൾക്ക് വിളവെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് അത് വളർത്തിയെടുത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ? നിങ്ങൾ അതിന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ? അതാണ് ഇന്ന് ആദ്യം കിട്ടിയത്. നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവസരമുണ്ട് എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ആ അവസരത്തെ അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തി നിങ്ങൾ അതിൽ നിന്നും നിങ്ങൾ അതിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കണം. അത് നിങ്ങൾ വളർത്തണം എന്നാണ് കേട്ടോ. അതിന് കഴിവ് നിങ്ങൾക്കുണ്ടോ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പം അതായത് ഒരു പുതിയ ജോലിയോ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ഐഡിയയോ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിലുണ്ട്, ഒരു സാമ്പത്തിക സ്രോതസ് വരാനുള്ളൊരു കാര്യം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പം ഇത് ചില ആൾക്കാർക്ക് ഇത് കുഞ്ഞു കാര്യമല്ലേ എന്ന് ചിന്തിച്ചിരിക്കുന്നവരായിരിക്കും. പക്ഷെ ആ കുഞ്ഞു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വളർച്ച ഉണ്ടാകും എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കാര്യത്തെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അത് വളർത്താൻ ശ്രമിക്കുക. ഇനിയും പഠിക്കാണ്ട്, ഇനിയും നിങ്ങൾ കുറേ കാര്യങ്ങൾ കൂടി ഈ ഒരു ചെയ്യുന്ന കാര്യത്തിന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം അത് പഠിക്കുക, അത് വളർത്താൻ ശ്രമിക്കുക. അപ്പം അടുത്ത് വന്നിട്ടുള്ളത് ലവേഴ്സാണ്. ഇതിൽ ഇതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമല്ല കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കുറേ ചോയ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒന്നിലധികം വഴികളും ഉണ്ട്. പക്ഷെ എല്ലാ വഴികളും തിരഞ്ഞെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. അപ്പം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണോ വേണ്ടത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നാണ് കാണുന്നത്. മറ്റുള്ളവർ എന്ത് പറയുമെന്നാണ് നിങ്ങൾ നോക്കണ്ട. ഈ സൊസൈറ്റി പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അതങ്ങനെ അല്ല എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അത് മനസ്സിലാക്കി വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ ഏതെടുത്താലും നിങ്ങൾക്ക് അതിലൊരു കോൺസിക്വൻസ് ഉണ്ടെന്നാണ് കാണുന്നത്. അതിന് എന്തായാലും ഒരു പ്രത്യാഘാതം ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ
ഈ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വരുന്ന ഒരു ചോയ്സിനെ നിങ്ങളെ ഹൃദയത്തോടും നിങ്ങളുടെ ബ്രെയിനോടും രണ്ടും നിങ്ങൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് വേണം ഇന്നത്തെ ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ചോയ്സിന്റെ കാർഡ് തന്നെ കേട്ടാ. പുതിയൊരു ഇത് നിങ്ങൾക്ക് വരുന്നുണ്ട്, ഒരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്, ഒരു ചോയ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ ആ ചോയ്സ് എടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ ബുദ്ധിയും ഹൃദയവും ഒരുമിച്ച് ആലോചിച്ചിട്ട് ചെയ്യാനാണ് ഇന്ന് പറയുന്നത്. പിന്നെ ഇത് അടുത്ത് വന്നിട്ടുള്ളത് 6 ഓഫ് പെന്റാക്കിൾസിന്റെ എനർജിയാണ്. അപ്പൊ ഇതില് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ എപ്പോഴും ഈ കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുകയും കൂടെ ചെയ്യണം. പലപ്പോഴും ഈ ഗിവിങ് നേച്ചറിലെ ആൾക്കാർക്ക് ഒരു ഈഗോ പോലെ ഇരിക്കും. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്, അപ്പം ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥപ്പെട്ട ആളാണ്, അപ്പം എനിക്ക് ഇങ്ങോട്ട് വാങ്ങുന്നത് ഒരു നാണക്കേടാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കുക, വാങ്ങേണ്ടി വന്നാൽ വാങ്ങുക. നമ്മൾ ഞാൻ വാങ്ങൂല, ഞാൻ അതങ്ങനെ ശീലം ഇല്ലാത്ത ആളാണ്, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഈഗോ ഉണ്ടെങ്കിൽ നിങ്ങളത് വേണ്ട എന്നാണ് ഈ ഒരു സമയം ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യണം. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. അപ്പം അത് നിങ്ങൾ പ്രായോഗികമാക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ചിലപ്പോഴും നിങ്ങളുടെ ഒരു ഈഗോ കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരിക്കും, ഇങ്ങോട്ട് വാങ്ങുന്നില്ല ഉണ്ടെങ്കിൽ അത് ഹെൽത്തി അല്ല. അപ്പം നിങ്ങളത് ഹെൽത്തി ആക്കണം എന്നാണ് കാണുക കേട്ടോ. അതിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളത് വാങ്ങാൻ ശ്രമിക്കുക. നമ്മൾ വാങ്ങാതിരുന്നിട്ട് കാര്യമില്ല, അത് വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഈ വാങ്ങുന്നത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ കൊടുക്കുന്നത് കറക്റ്റ് ആണോ അതും കൂടെ ഒന്ന് ചിന്തിക്കുക. അത് ചിന്തിക്കണം എന്നാണ്. നിങ്ങൾ കൊടുക്കുന്നത് ഒരുപാട് കൂടുതലും തിരിച്ചു കിട്ടുന്നത് വളരെ കുറവാണെങ്കിൽ നിങ്ങൾ അതിന് ബാലൻസ് ഉണ്ടാക്കണം എന്നാണ് കാണുന്നത് കേട്ടോ. ഇതിൽ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇത് പറയാം. നിങ്ങൾ ഒരുപാട് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ അങ്ങോട്ട് മാത്രം കുറേ കൊടുക്കുന്നുണ്ട്, തിരിച്ചൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളോടൊന്ന് ചിന്തിക്കാനാണ് പറയുന്നത് കേട്ടോ. ഇത് ലവേഴ്സ് കഴിഞ്ഞിട്ട് ഇത് വന്നുകൊണ്ടാണ്. ലവേഴ്സ് കഴിഞ്ഞിട്ട് 6 ഓഫ് പെന്റക്കിൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ചോയ്സ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്കും കുറേ ചോയ്സ് ഉണ്ടായിരിക്കുക. അപ്പം നിങ്ങളിത് അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, കുറേ കൊടുക്കുന്നു, നിങ്ങൾക്ക് അത് തിരിച്ച് കിട്ടുന്നില്ല. അങ്ങനെ തിരിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ എനിക്കിതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം എന്നുള്ളതാണ് കാണാൻ. അടുത്ത് വന്നിട്ട് 3 ഓഫ് പെന്റാക്കിൾസിന്റെ എനർജിയാണ്. അപ്പം ഇതിൽ നിങ്ങളുടെ കൂടെ കുറേ ആൾക്കാർ നിങ്ങളെ സഹായിക്കാനായിട്ട് ഈ ഒരു സമയം ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങളിപ്പോൾ ബിസിനസ്സാണ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരുടെ സഹകരണവും കൂടി നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു ഇത് നിങ്ങൾക്ക് ഒരു അബഡൻസ് കൊണ്ടുവരും എന്നാണ് കാണുന്നത്. മാത്രമല്ല, ഇന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇന്ന് നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ടുകൂടി നിങ്ങളൊന്ന് ചെയ്യിക്കാൻ ശ്രമിക്കുക. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. എല്ലാം ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ അതൊന്ന് മാറ്റാൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ തന്നെ ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ ശരിയാവും, അത് ഇങ്ങനെ ശരിയാക്കണമല്ലോ. നമ്മളെപ്പോഴും അവർ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്താലും ശരിയാക്കണമല്ലോ എന്നും നമുക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാരുണ്ട് ചില ഷോപ്പിലൊക്കെ, അത് ഞാൻ മാത്രം ചെയ്താലേ അത് ശരിയാവുള്ളൂ. ചില വർക്ക് ചെയ്ത് ഞാൻ മാത്രം ചെയ്താലേ ശരിയാവുള്ളൂ. ഇപ്പം വീട്ടിലായാലും ഇത് ഞാൻ മാത്രം ചെയ്താലേ ശരിയുള്ളൂ. ഈ ഞാൻ മാത്രം എന്നുള്ള ഒരു ഇത് വിടുക. മറ്റുള്ളവരെ കൂടി നിങ്ങളത് ഒന്ന് അതിൽ ഇൻവോൾവ്ഡ് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീട്ടിലാണെങ്കിൽ കുട്ടികളെ കൊണ്ടും ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. അതൊക്കെ കുട്ടികളെ കൊണ്ടും കൂടി ഒന്ന് ചെയ്ത് ശീലിപ്പിക്കാൻ നിങ്ങളൊന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇതിൽ ശരിക്കൊരു ഇന്ന് നിങ്ങൾ ശരിക്കും ഗ്രൗണ്ടഡ് ആയിട്ട് ആണ് ഇരിക്കുന്നത് കേട്ടോ. വളരെ ഒരു നല്ല എനർജിയിലാണുള്ളത്. അത് നിങ്ങൾ പൂർണ്ണമായിട്ട് റിസീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെയും കൂടെ ഉൾപ്പെടുത്തണം. ഇത് ഞാൻ മാത്രം എന്നുള്ളൊരു എനർജി വേണ്ട. ഇത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് സ്വപ്നം കാണുന്നതൊക്കെയും പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ മാത്രം ഒറ്റയാൾ പട്ടാളായിട്ട് ഒരു കാര്യവും ഒരുമിച്ച് അങ്ങനെ ഒറ്റയ്ക്ക് മാത്രം എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കൂടി കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അടുത്ത് വന്നിട്ടുള്ള 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതിൽ കുറേ കുറേ ആൾക്കാർ 3 ഓഫ് പെൻറ്റക്കിൾസും 3 ഓഫ് കപ്പും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾ ആദ്യം വന്ന പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്, അതിലൊരു വിത്തുണ്ട്. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ചുറ്റും ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്കുള്ള കഴിവിനെ പരിപോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ കുറച്ചുകൂടി അതിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാർ റെഡിയാണ്. നിങ്ങളൊന്ന് അത് ഒന്ന് സ്വീകരിച്ചാൽ മാത്രം മതി എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ഒറ്റക്കല്ല. അപ്പം പല ആൾക്കാരും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് സഹായമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്കേ അല്ല, നിങ്ങൾക്ക് സഹായം വരുന്നുണ്ട്. അത് നിങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുക. അപ്പം അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ശ്രമിക്കണം കേട്ടോ. ജെന്യൂനായിട്ട് സന്തോഷത്തോടെ സ്വീകരിക്കാൻ ശ്രമിക്കണം. പിന്നെ ജെന്യൂനായിട്ടുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ഇത് ഒറ്റയ്ക്ക് ചെയ്തേ പറ്റുള്ളൂ. അതൊരു മെസ്സേജ്, ഒരു വലിയ മെസ്സേജാണ്. ഇപ്പം ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ളത്, ഞാൻ ചെയ്തില്ലെങ്കിലും അത് മറ്റാര് ചെയ്താലും ശരിയാവും. നമ്മളുടെ മേൽനോട്ടത്തിൽ അത് മറ്റൊരാൾ ചെയ്താൽ മതി. അപ്പം അത് നമ്മൾ അതൊന്ന് തിരിച്ചറിയേണ്ട സമയമാണ്. ഇതിൽ ദ ബാഡ്ജർ ആൻഡ് ഗിങ്കു ആണ് വന്നിട്ടുള്ളത്. ഹീലിംഗ് വൂൺസ് ആണ്. ഇതിൽ പണ്ടത്തെ വേദനകൾ, പണ്ട് സംഭവിച്ച പ്രശ്നങ്ങൾ, അതിലൊക്കെ നിങ്ങൾ ഇപ്പോഴും പെയിനോട് കൂടിയാണ് ഇരിക്കണമെങ്കിൽ നിങ്ങളത് ഹീൽ ചെയ്യണം എന്നാണ് കേട്ടോ. ഹീലിംഗ് എന്ന് പറയുന്നത് പാസ്റ്റ് എല്ലാം മറന്നു പോകുന്നു എന്നുള്ളതല്ല ഹീലിംഗ്. ഈ പാസ്റ്റ് അതിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റി നമ്മൾ പുറത്തിറങ്ങി തിരിഞ്ഞു നോക്കുമ്പം അതിൽ വലിയ വേദനയും ഒന്നും ഇല്ലാതെ ഇരിക്കുന്നതാണ് ഹീലിംഗ്. അത് നമ്മൾ പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മറക്കാൻ, പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് വേദനിപ്പിച്ച കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് മറക്കാൻ ആരെ കൊണ്ടും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മറക്കുക എന്നുള്ളതിൽ ഉപരി നമ്മൾ അതിൻ്റെ ആ ഒരു വേദന അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നമ്മളുടെ ഒരു കയ്യിലേ ആയിരിക്കില്ല. അത് നടക്കണത് നമ്മളുടെ നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരും. പ്രത്യേകിച്ചും ഇപ്പം നമ്മൾ മാത്രമല്ല ജീവിക്കണത്, നമ്മളുടെ കുടുംബത്തിൽ നമ്മളുടെ ഹസ്ബൻഡോ വൈഫോ കുട്ടികളോ മാതാപിതാക്കളോ ഒക്കെ ഉണ്ട്. നമ്മൾ ഇടപഴകുന്ന സ്ഥലങ്ങളിൽ, നമ്മളുടെ ജോലി സ്ഥലത്തോ നമുക്ക് ഇപ്പോൾ അല്ലാത്ത റിലേഷൻഷിപ്പുകളിലോ ഒക്കെ നമ്മൾ മാത്രമുള്ള കാര്യം മാത്രമാണെങ്കിലാണ് അത് പെട്ടെന്ന് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യം പെട്ടെന്ന് ശരിയാക്കാൻ പറ്റും. വേറെ ആൾക്കാർ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്. ചില സാഹചര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുക. അതങ്ങനെ പതിയെ ആ ഒരു കാര്യം അത് സംഭവിക്കും, അത് ആ വേദന ഇല്ലാതായി പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കാം. ഇതിൽ തന്നെ ഒരു 6 ഓഫ് പെൻറ്റക്കിളാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾ അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു, ഇങ്ങോട്ട് വാങ്ങിച്ചില്ല, അല്ലെങ്കിൽ കിട്ടിയില്ല. അപ്പം അത് ഒരു ഊണ്ടായി കിടന്നിട്ടുണ്ടായിരിക്കാം. പിന്നെ മറ്റുള്ളവർ നമ്മളെ കഴിവിനെ അംഗീകരിക്കാത്തത്, നമ്മളെ അംഗീകരിക്കാത്തത്, അതൊരു റിജക്ഷനായിട്ട് നിങ്ങൾക്ക് കിടന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഒരു ഈക്വൽ ആയിട്ടുള്ള ഇവൻ്റേക്ക് ഇല്ലാത്തൊരിത്, അതും ഒക്കെ നിങ്ങൾക്ക് വൂണ്ടായിട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഹീൽ ചെയ്യണം കേട്ടോ. നമ്മൾ ആ വ്യക്തികളെയും ആ സാഹചര്യത്തെയും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഹീൽ ചെയ്യണം എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യാൻ. കുറച്ച് സമയം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ വ്യക്തികളെയും സാഹചര്യത്തെയും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ആ സാഹചര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ റിവൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ഇമോഷനാണോ വരണതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കരച്ചിലാണ് വരണമെങ്കിൽ കരയണം, ദേഷ്യമാണ് വരണമെങ്കിൽ അതും മനസ്സിലാക്കണം. എന്നിട്ട് പതിയെ അത് തിരിച്ചറിഞ്ഞ് അത് നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ, എന്നിട്ട് നമുക്കത് എഴുതി വെക്കാം കേട്ടോ.
നമ്മൾ ഈ കുറേ പ്രാവശ്യം വീണ്ടും വീണ്ടും ആ ഒരു സാഹചര്യം മനസ്സിലേക്ക് കൊണ്ടുവരുമ്പം, ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ആയിരിക്കില്ല ഒരു അഞ്ചാമത്തെ പ്രാവശ്യം ആ സാഹചര്യം വീണ്ടും നമ്മളുടെ മനസ്സിലേക്ക് വരുമ്പം അതിൻ്റെ അർത്ഥം അതിൻ്റെ ഇൻറ്റൻസിറ്റി പോയി കഴിഞ്ഞു, നമുക്ക് ആ വേദന തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു 10 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ആ വേദന തീരെ കുറയും. അതാണ് ഹീലിംഗ്. അപ്പം നമ്മളത് മറക്കുന്നില്ല, പക്ഷേ അതിൻ്റെ ഒരു ആഘാതം കുറയ്ക്കാൻ പറ്റും നമുക്കൊരാളിനോട്, ഒരു വ്യക്തിയോടുള്ള ഒരു വൈരാഗ്യം നമ്മൾ പലതരത്തിൽ ആ ഒരു ആളിനെയും ആ ഒരു സാഹചര്യത്തെയും കൊണ്ടുവന്ന് നമ്മളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇതിങ്ങനെയാണ് സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്, ഇതിൽ നിന്നും നിനക്ക് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ കിട്ടി, ഇനി ഈ വേദന ഇനി കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല എന്ന് പലതവണ നമ്മളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ അത് തനിയെ ഹീലാവും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആരെങ്കിലും നിങ്ങൾക്ക് സമീപിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു വൂണ്ട് ഹീൽ ചെയ്യുന്ന ഒരു ദിവസമാണ് എന്നാണ് കാണുന്നത് കേട്ടോ. ഇത് ദ ക്രോ ആൻഡ് ഡോഗ്വുഡാണ് വന്നിട്ടുള്ളത്. ഇൻ്റലിജൻസ്. ഇപ്പം കാക്ക അറിയാലോ, നല്ല ഒബ്സർവ് ചെയ്യുന്നൊരു പക്ഷിയാണ് കാക്ക. ഭയങ്കര ബുദ്ധിയുണ്ട് അതിന്. അപ്പോൾ ഇതിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാക്കയുടെ ബുദ്ധി ഇന്ന് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. നിങ്ങളത് ഇന്ന് ഒബ്സർവേഷൻ സ്കില്ല് വളർത്തിക്കൊണ്ടിരിക്കണം. ഇന്നത്തെ ദിവസമല്ല, പൊതുവേ നമ്മുടെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് നമ്മളൊന്ന് അറിയാൻ ശ്രമിക്കണം. മാത്രമല്ല, നമ്മൾ എപ്പോഴാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, എപ്പോൾ മിണ്ടാതിരിക്കണം, എപ്പോഴാണ് ആക്ഷൻ എടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ കാക്കയെ കണ്ട് പഠിക്കാനാണ് പറയുന്നത് കേട്ടോ. അത് നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യണത് ഏത് സമയമായിരിക്കണം. നമ്മൾ കുറേ ആൾക്കാരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ നമ്മളെപ്പോഴാണ് സംസാരിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു കാര്യത്തിൽ ഏത് സമയത്ത് മാത്രമേ ആക്ഷൻ എടുക്കാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുക. ഇപ്പോൾ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാൻ പോകരുത്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട്, ഒരു പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം എന്നാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതിൽ ഈ ഡോഗ്വുഡ് എന്ന് പറയുന്നത് ഒരു പരിവർത്തനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പരിവർത്തനം സംഭവിക്കുന്ന ഒരു പൂവാണ് അത് ഈ സിംബോളിസം എന്ന് വെച്ചാൽ പരിവർത്തനമാണ് ഈ ഡോഗ്വുഡ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ആന്തരിക മാറ്റത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ നിന്നും നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സബ് കോൺഷ്യസിൽ നിന്ന് ഒരു മെസ്സേജ് വരും എന്നുള്ളതാണ്. അതായത് റിപ്പീറ്റ് ചെയ്യുന്ന സിമ്പിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡ്രീം കാണാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എണീറ്റ് ഉടനെ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരാം. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് കാണുന്നത്. ഇപ്പം എല്ലാ സ്വപ്നങ്ങളും നടക്കണം എന്നല്ല, പക്ഷെ ചില സ്വപ്നങ്ങൾ, നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കാണുന്ന ചില സ്വപ്നങ്ങൾ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ചില സ്വപ്നങ്ങളൊക്കെ നമ്മുടെ സബ് കോൺഷ്യസിൽ കിടക്കുന്ന ആ ഒരു കാര്യങ്ങൾ തിരിച്ചു വരുന്നതാണ്. അപ്പം അത് ഫിയറായിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണ്ട. പക്ഷേ ഒരു ഗഡ് ഫീലിംഗ് പോലെ പെട്ടെന്ന് തോന്നുന്ന ചില ചിന്തകളുണ്ടോ, അതും ചില സ്വപ്നങ്ങളും രാവിലെ വരുന്ന ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.